ഇത് ശരിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എൻട്രി കഴിഞ്ഞിട്ട് വേണം, ഇവിടെ ടിക്കറ്റ് വേണം, 25 റുപ്യ പെർ പേഴ്സണ്. പിന്നെ കാറിനുണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് മുകളിൽ കയറാം. കാർ ഇവിടുന്ന് അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കാറിന് കയറാൻ പറ്റും. എന്നിട്ട് അതിന് ശേഷമാണ് പിന്നെ നമുക്ക് ബെട്ടയിലേക്ക് ഒരുപാട് കയറാനുണ്ട്. ഒരു 1 കിലോമീറ്റർ കയറണം. ബെട്ട എന്ന് പറഞ്ഞാൽ ഹൈറ്റ് പ്രദേശം, സ്റ്റെപ്പായിട്ട് ഒരുപാട് കയറാനുണ്ട്. അപ്പോൾ പോയി നോക്കട്ടെ. പിന്നെ ഷോലെ സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെ തന്നെയാണ്. പിന്നെ ഈ ബെട്ടുണ്ട്. അപ്പോൾ 2-3 സ്ഥലങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലമാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ കാണാൻ. അല്പം റിസ്ക് എടുത്തുള്ളൊരു യാത്രയാണ് ശരിക്കും ഇത്. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഇന്ന് യാത്ര ചെയ്ത് വന്നത് എവിടെയെന്ന് വെച്ചാൽ രാമദേവർ ബെട്ട എന്ന് പറയും. മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്ന വഴിക്ക് രാമനഗര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. രാമനഗര ബസ്സിൻ്റെ അവിടെ നിന്ന് ഒരു ഹൈറ്റുള്ള ഉൾഭാഗത്തേക്ക് വരണം. 1/2 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്ത് അവിടെ പാർക്ക് ചെയ്യണം. എന്നിട്ട് കുറച്ച് ദൂരെ പോയി കഴിഞ്ഞാലാണ് ഒരുപാട് ഹൈറ്റിൽ പോകാണ്ട്. ഇപ്പം ഞങ്ങളുള്ളത് അതിൻ്റെ വേറൊരു ഏരിയയിലാണ് വന്ന് നിൽക്കുന്നത്. ഈ സ്ഥലത്തിന് ശരിക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഈ ബെട്ട ഇത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള 1000 years പഴക്കമുള്ള ക്ഷേത്രങ്ങളുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ. പിന്നെ വൾച്ചർ സാങ്ച്വറി ഉണ്ട്. വൾച്ചർ സാങ്ച്വറി എന്ന് പറഞ്ഞാൽ ശവം തീനി കഴുകന്മാരുണ്ട്. അതിപ്പോൾ വളരെ കുറവാണ്, എല്ലാം വാലറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പം തീരെ ഇല്ല. അപ്പോൾ ഇതിനെന്താ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോഴും വൾച്ചർ സാങ്ച്വറി ആക്കി മാറ്റിയതാണ് ഈ ഏരിയ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇനി അടുത്തത് ബെട്ടൻ്റെ സ്റ്റെപ്പ് കയറാൻ പോവാണ്. കുറച്ച് ഹൈറ്റിലേക്ക് പോകണം. ഇതൊക്കെ അതിൻ്റെ പാർക്കിംഗ് പ്ലേസ് ആണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ് ആക്ച്വലി ഇത് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. എന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ വന്നത് രാമദേവര ഭട്ടൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ, അതിൻ്റെ സൈൻ ബോർഡ് കണ്ടില്ലേ? അപ്പോൾ ഇത് ഗേറ്റാണ്, രാമദേവർ ഭട്ടൻ്റെ ഗേറ്റാണ് ഈ കാണുന്നത്. എന്ന് വെച്ചാൽ കുന്നിലേക്ക് കയറാനുള്ള ഇവിടെ നിന്നാണ് സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് കയറിയിട്ട് മലൻ്റെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമസ്തേ സർ. ആ കേരള തമിഴ്നാടാ? ആ ഓക്കെ. എന്താ വിശേഷം? നല്ല ഇരിക്ക. രാമന്റെ കാൽപാദമാണ് കാണുന്നത്. പിന്നെ ഈ വരുന്നതാണ് ഇത് ഗണേശ വിഗ്രഹം. ഓക്കെ, ഇവിടെ 2-3 വിഗ്രഹങ്ങളുണ്ട്. ഗണേശ വിഗ്രഹം ഉണ്ട്. പിന്നെ ആഞ്ജനേയ എന്ന് പറഞ്ഞ ഹനുമാന്റെ ഉണ്ട്. ഞാൻ പോയി നോക്കാം. പിന്നെ ഇതാണ് ആഞ്ജനേയ എന്ന് പറയാം. ഇത് ആഞ്ജനേയന്റെ കാൽപാദം. അഞ്ജന എന്ന് പറഞ്ഞാൽ നമ്മൾ ഹനുമാൻ എന്ന് പറയും. കാൽപാദം. ഇതെല്ലാം വിളക്ക് വെക്കാം. മേലോട്ട് കാണിക്കുന്ന പാദം. രാമ പോയിരുന്ന പാത. ഇങ്ങനെ ഇതാണ് റൂട്ട് കാണിച്ചത്. ഇത് അതുപോലെ കരിക്കല്ലൊക്കെ ഇട്ടിട്ട് സേഫായി വെച്ച രാമപാത അല്ലേ? ഇത് എത്ര വർഷമായി ടെമ്പിള്? ഇത് പുരാണ കാലം. ജടായു മല എന്ന് വെച്ചാൽ നമ്മുടെ രാമായണത്തിൽ പറയുന്നുണ്ട് ജടായു ഒരു തരം കഴുകൻ. പട്ടാഭിരാമ. അപ്പൊ ജടായു മലയാണ് ശരിക്കും. ജടായു മല അല്ലേ രാമായണത്തില്? അതിനെ ടച്ച് ആവാതിങ്ങാണ്ട് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് പോകാനാണ് പറഞ്ഞത്. അപ്പൊ സ്റ്റെപ്പ് കയറിയിട്ട് പോവാണ്. നല്ല ഹൈറ്റ് കയറാണ്ടല്ലേ? ആൾക്കാർ മേലെ പോയിട്ട് തിരിച്ചു വരുന്നവരാണ് ബെട്ടൻ്റെ മേലെ. കാരണം ക്ഷേത്രങ്ങളാണ് കൂടുതൽ, ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട് വർഷങ്ങൾ പഴക്കമുള്ള. അപ്പോൾ അവിടെ സന്ദർശിച്ച് പൂജ കഴിഞ്ഞ് വരുന്നവരാണ്. ശ്രീരാമപാത നേരത്തെ കണ്ടിരുന്നല്ലോ,
അതിങ്ങനെ ആ സൈഡിൽ കൂടെ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ കാണുന്നുണ്ട് വഴി. പക്ഷെ കുറേയൊക്കെ മഴയും ഇതൊക്കെ വന്ന് ഉരുൾപൊട്ടലൊക്കെ വന്നിട്ട് കുറേയൊക്കെ ഇതായി പോയിട്ടുണ്ട്, കവറായി പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ കയറി പോന്നിട്ടുണ്ട്. ഇനി അത്ര കൂടെ കയറാനുണ്ട്. ശരിക്കും പാറൻകുള്ളൊരു ഗുഹ പോലുള്ള സ്ഥലത്താണ് ഇതിനെ ഈ ശിവന്റെ ശില്പം വെച്ചത്. ശില്പത്തിലേക്ക് ഇങ്ങനെ ഒരു പാലട്ടത് അങ്ങോട്ടേക്ക് പോകാൻ. പിന്നെ നേരെ മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഒരു ഗംഭീര ഒരു പാറക്കെട്ട് കാണും. ആടുകളെ വളർത്തുന്നുണ്ട് ഇവിടെ. വളർത്തല്ല, പുല്ല് മേയ്ക്കാൻ കൊണ്ടുവരുന്നതാണ്. ഇതുണ്ടോ, ഭയങ്കര എത്തിപ്പെട്ടതിൽ അതിശയം തോന്നുന്നു. കാരണം ഇതുണ്ടോ, മേലോട്ട് നോക്കിക്കഴിഞ്ഞാലേ പാറകൾ ശരിക്കും നമ്മൾ സ്കൾപ്ചറൊക്കെ ഉണ്ടാക്കി വെച്ച ആ രൂപത്തിലാണ്. ഇത്രയും പാറ ഗുഹ, പാറക്കൂട്ടങ്ങൾ. ഇത് രാമേശ്വര സ്വാമി ടെമ്പിൾ. ഭയങ്കര ശരിക്കും എന്തോ സ്കൾപ്ചറൊക്കെ ഉണ്ടാക്കി വെച്ച മാതിരി കാണും. മേലോട്ട് കാണിക്കും. ചുറ്റും ഭയങ്കര വ്യൂ ആണല്ലേ, വല്ലാത്തൊരു വ്യൂ ആണല്ലോ. ഞാനന്ന് മറ്റേ എവിടെ പോയിരുന്നല്ലോ, എന്തേനി കക്കാടംപോയില്, അതിൻ്റെ ഒരു ഡബിൾ വ്യൂ ആക്കണം. രാമദേവർ ഭട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. കാണേണ്ട കാഴ്ച തന്നെയാണ്. എല്ലാവരും ജസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നിരിക്കണം എന്ന് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ കാടുകൾ കണ്ടിട്ടുണ്ട്, മലകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരം അമ്മനെ വെഴുക്കല്ലോ അവിടെ വെക്കി വരുന്നത്. ഒരു വല്ലാത്തൊരു ബ്യൂട്ടിഫുൾ, ഇത് പാറകളാണ്, സാധാരണ മലകളല്ല. അതാണ് ഏറ്റവും കൂടുതൽ അതിശയം. താഴെ നമ്മൾ ഹനുമാൻ്റെ, പിന്നെ ശ്രീരാമൻ്റെത്, പിന്നെ ഗണേശ
അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ മുകളിൽ കാണുന്നതാണ് ഈ ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് കല്ല്, വലിയ പാറയുടെ വലിയ മലകളെ ഇടയ്ക്ക് ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ക്ഷേത്രങ്ങൾ. ഇത് ശരിക്കും വല്ലാത്തൊരു എന്താ പറയുക അതിശയം തോന്നും. മലയാളം യൂട്യൂബിൽ ആരോ എടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം വെള്ളം നിൽക്കുന്ന നോക്കിയാൽ താഴെ. ഓ അത് ശരി, അത് കണ്ടില്ലേ? ഭയങ്കര സംഭവം. ഇവിടെ എന്തൊക്കെ അടയാളം കാണുന്നുണ്ട്. ഇവരെന്തോ പണ്ട് ഇവിടെ ജസ്റ്റ് അതിര് ഇട്ടമാതിരിയാണോ ഇനി ക്ഷേത്രം കെട്ടിയതാണോ എന്ന് അറിയില്ല. അതുകൊണ്ട് ഇത്ര ഹൈറ്റിൽ പാറൻ്റെ ഇടയ്ക്കാണ് ഒരു ചെറിയൊരു പോണ്ട്, ഒരു കുളം പോലെ. അതും എന്ത് ബ്യൂട്ടിയാണ് അതിൻ്റെ കിടക്കുന്ന നോക്കിയാട്ടെ. ശരിക്കും ഒരു തിമിങ്ങലം കിടക്കുന്ന മാതിരി എൻ്റെ ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ. ശരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ രണ്ട് മലകളുടെ ഇടക്ക് നോക്കിക്കഴിഞ്ഞാൽ റോഡ് പോകുന്നുണ്ടാവും. അതാണ് ബാംഗ്ലൂർ മൈസൂർ ഹൈവേ. ശ്രദ്ധിക്കുന്നുണ്ട്, അതാ ലോറിയൊക്കെ പോകുന്നത്. ദൂരെ ആയതുകൊണ്ട് കാണുന്നുണ്ടോ കറക്റ്റ് അറിയില്ല. രണ്ട് മലകളെ ഇടയിൽ ബാക്കിലൊരു വലിയൊരു മല ഉണ്ട്, ഒരു റൗണ്ട്, ഒരു കോഴിമുട്ട ഷേപ്പിൽ. ഇതിങ്ങനെ പോകുന്നിട്ട് പിന്നെ ആ ബിൽഡിങ്ങിനും കാണുന്നത് കുറേ ബിൽഡിങ്സ് ഇല്ലേ, അതൊക്കെ രാംനഗരത്തിൽ പെട്ടതാണ്. പിന്നെ ഇത് ജസ്റ്റ് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ നോക്കിക്കോളി, ഈ ബ്യൂട്ടിയാണ് കാണേണ്ടത്. മലകൾ, ഓ മൈ ഗോഡ് എന്ന് തന്നെ പറയണം. ഇതാണ്. സോ ഇത് ഇത്രയും സൈറ്റ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ശരിക്കും പോകുന്നത് ഇവിടേക്ക്. കാരണം രാംനഗറിന് അതിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വരവും കൊണ്ട് പോകുന്നതാണ്. കാരണം ഇതാരും കാണാത്ത, മലയാളത്തിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഇത് കന്നഡ ഭാഷയിലൊക്കെ ചിലവരൊക്കെ യൂട്യൂബ് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴോട്ടേക്ക് ഭയങ്കര കടങ്ങുമായിരുന്നു. കഴിഞ്ഞാൽ അവിടെ പോയി വർഷം ഈ ടെമ്പിള് ത്രേതായുഗ രാമായണ കാലത്ത് ഉണ്ട് ഇത്, ഈ ക്ഷേത്രം ഇവിടെ അല്ലേ? അപ്രോക്സിമേറ്റ് മേ ബി ഒരു എത്ര വർഷം? അപ്രോക്സിമേറ്റ് ഒരു 5,000 to 6,000 years. ഇവിടെ വനവാസം ചെയ്തത് അവര് 5 years. 5 years ഇത് ഇവിടെ രാംനഗരത്തിൽ, അത് ഈ ഏരിയയിൽ അല്ലേ? ഓക്കെ. ഓ 4000-5000 വർഷം പഴക്കമുള്ള മന്ദിറാണിത്. എന്ന് വെച്ചാൽ സുഗ്രീവ അവരെ പ്രതിഷ്ഠയാണുള്ളത് ഉള്ളിലുള്ളത്. ഓക്കെ. പട്ടാഭിരാമ. പട്ടാഭിരാമ. ഓക്കെ.
അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ക്ഷണം വന്നിട്ടുണ്ട്. നാരായണ എന്നാണ് ತಮಿಳ್ನಾಡಿನ ಅವರಾണ്. ಸರ್ ನಮಸ್ತೆ, ನಿಮ್ಮ ಪರಿಚಯ ಮಾಡೋಕ್ಕೆ ಬಂದಿದ್ದು ನಾರಾಯಣ ಸರ್. ಸ್ವಲ್ಪ ಎಕ್ಸ್ಪ್ಲೈನ್ ಮಾಡಿಕೊಡಿ. ഞാൻ ഇവരെ ഡീറ്റെയിൽസ് കുറച്ച് എക്സ്പ്ലനേഷൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. ಇದು ಪಟ್ಟಾಭಿರಾಮ ಅಂತ ಹೇಳಿ ಓಕೆ ಅಲ್ಲಿ ಇರುವಂತದ್ದು. ಮತ್ತೆ ಇದು ಏಕಶಿಲಾ ಸಿಂಗಲ್ ಸ್ಟೋನ್. ಏದು ಇಲ್ಲಿ ಮೂರ್ತಿ ಅಲ್ಲಿ ಒಳಗಡೆ ಇದೆ. ಅದು ರಾಮದೇವರು ಕುಳಿತಿದ್ದಾರೆ. ಓಕೆ ಓಕೆ. ತೊಡೆಯ ಮೇಲೆ ಸೀತಾದೇವಿಯವ್ರನ್ನ ಕೂರಿಸ್ಕೊಂಡಿದ್ದಾರೆ. ಮತ್ತೆ ರೈಟ್ ಸೈಡ್ ಅಲ್ಲಿ ಲಕ್ಷ್ಮಣ ದೇವರು. ಓಕೆ. ಎಡ ಪಾದದ ಹತ್ರ ಆಂಜನೇಯ. ಮತ್ತೆ ಈ ದೇವ್ರ ವಿಗ್ರಹ ಬಂದು ಏಕಶಿಲಾ ಮೂರ್ತಿ. ಅಂದರೆ ರಾಮದೇವರು ಕೂರಿಸ್ಕೊಂಡಿದ್ದಾರೆ, ತೊಡೆಯ ಮೇಲೆ ಸೀತಾದೇವಿಯವ್ರನ್ನ ಕೂರಿಸ್ಕೊಂಡಿದ್ದಾರೆ, ಮತ್ತೆ ಬಲಭಾಗದಲ್ಲಿ ಲಕ್ಷ್ಮಣ ದೇವರು, ಮತ್ತು ಪಾದದ ಹತ್ರ ಆಂಜನೇಯ ಸ್ವಾಮಿ. ಈ 4 ವಿಗ್ರಹ ಒಂದೇ ಕಲ್ಲಿನಲ್ಲಿ ಇರೋದು ತುಂಬ ವಿಶೇಷ. ಓಕೆ ಸರ್. ಈ ನೆಕ್ಸ್ಟು ಮತ್ತೆ ಇದು ಸುಗ್ರೀವ ಪ್ರತಿಷ್ಠೆ ಮಾಡಿದ್ದಾರೆ. ಸುಗ್ರೀವ. ಸುಗ್ರೀವ ಸುಮಾರು ತ್ರೇತಾಯುಗದಲ್ಲಿ. ತ್ರೇತಾಯುಗದಲ್ಲೇ ಸುಗ್ರೀವ ಅವರೇ ರಾಮದೇವರಿಗೆ ವನವಾಸ ಆದಮೇಲೆ ಅಯೋಧ್ಯೆಯಲ್ಲಿ ಪಟ್ಟಾಭಿಷೇಕ ಆಗುತ್ತೆ. ಅಲ್ಲಿ ಪಟ್ಟಾಭಿಷೇಕ ಆದ ಮೇಲೆ ಅಲ್ಲಿಂದ ಈ ವಿಗ್ರಹನ ಸುಗ್ರೀವ ದೇವರು ಕಿಷ್ಕಿಂದೆಗೆ ತಗೊಂಡು ಹೋಗ್ತಾ ಇರ್ತಾರೆ. ಕಿಷ್ಕಿಂದ. ಓಕೆ. ತಗೊಂಡು ಈ ಮಾರ್ಗವಾಗಿ ಹೋಗ್ತಾ ಇರ್ಬೇಕಾದ್ರೆ ಈ ಜಾಗದಲ್ಲಿ ಸೂಕಾಸುರ ಅನ್ನೋ ಒಬ್ಬ ರಾಕ್ಷಸ ಸುಗ್ರೀವನ ಮೇಲೆ ದಾಳಿ ಮಾಡ್ತಾರೆ. ದಾಳಿ ಮಾಡಿದಾಗ ಈ ಜಾಗದಲ್ಲಿ ವಿಗ್ರಹನ ಇಟ್ಟು ಆ ರಾಕ್ಷಸರನ್ನ ಸಂಹಾರ ಮಾಡ್ತಾರೆ. ಸಂಹಾರ ಮಾಡಿ ಆದ್ಮೇಲೆ ವಿಗ್ರಹ ಎತ್ಕೊಳಕ್ ಹೋದಾಗ ವಿಗ್ರಹ ಬರೋದಿಲ್ಲ. ಒಂದು ಆಶ್ಚರ್ಯವಾಣಿ ಕೇಳಿ ಬರುತ್ತೆ. ಈ ಜಾಗ ತುಂಬಾ ಪ್ರಶಾಂತವಾಗಿದೆ, ಈ ಜಾಗದಲ್ಲಿ ಪ್ರತಿಷ್ಠೆ ಮಾಡುವಂತ ಹೇಳಿ. ಆ ಕಾರಣಕ್ಕೋಸ್ಕರ ಇಲ್ಲಿ ಸುಗ್ರೀವ ಪ್ರತಿಷ್ಠೆ ಮಾಡಿದ್ದಾರೆ ಅನ್ನೋದು ಐತಿಹ್ಯ ಇರುವಂಥದ್ದು. ಮತ್ತೆ ಈ ಜಾಗದಲ್ಲಿ ರಾಮದೇವರು ಕೆಲವು ಕಾಲ ಅಂದ್ರೆ ಸುಮಾರು ಒಂದು 4 ರಿಂದ 5 ವರ್ಷ ವನವಾಸ ಮಾಡಿದ್ದಾರೆ ಅಂತ ಒಂದೊಂದು ಐತಿಹ್ಯ ಇದೆ. ಅವರು ವನವಾಸದಲ್ಲಿ ಇರಬೇಕಾದ್ರೆ ನಿಮಗೆ ದೇವಸ್ಥಾನ ಮುಂಭಾಗ ಒಂದು ಕೊಳ ಕಾಣುತ್ತೆ. ಅದು ಬಂದು ಧನುಷ್ಕೋಟಿ ತೀರ್ಥ ಅಂತ ಹೇಳಿ. ಅವರು ವನವಾಸದಲ್ಲಿ ಇರ್ಬೇಕಾದ್ರೆ ಸೀತಾದೇವಿಗೆ ಎಲ್ಲೆಲ್ಲೂ ನೀರು ಸಿಗದೇ ಇದ್ದಾಗ ರಾಮದೇವರು ಬಾಣ ಬಿಟ್ಟು ನೀರು ಬರೆಸಿದ್ದಾರೆ. ಅದಾನ ಸ್ಟೋರಿ. ಅಂದ್ರೆ ಅದು ಡೆಪ್ತ್ ತುಂಬಾ ಇದೆ. ತುಂಬಾ ಇದೆ, ಗೊತ್ತಾಗಿಲ್ಲ, ಯಾರು ಕಂಡಿಡಿದಿಲ್ಲ. ಮತ್ತೆ ಎಷ್ಟೇ ವರ್ಷ ಮಳೆ ಬರ್ತಾ ಇದ್ರು ಸಹಿತ ನೀರು ಡ್ರೈ ಆಗಲ್ಲ. ಎನಿ ಸೀಸನ್ ನೀರು ಇರುತ್ತೆ. വെള്ള ഏത് സമയത്തും ಎನಿ ಸೀಸನ್. ಮತ್ತೆ ಇಲ್ಲಿ ಹೊರಗಡೆ ನಿಮಗೆ ಉದ್ದುದ್ದ ಬರುತ್ತೆ. ಅದು ಸಪ್ತ ಋಷಿಗಳು ಅಂತ. ಅದು ಮೇಲೆ ಮಲೆಗಳ ತರ. ಅದು ಸಪ್ತ ಋಷಿ. ಸಪ್ತ ಋಷಿ. ಆ ಋಷಿಗಳು ಆ ಕೊಳದಲ್ಲಿ ಸ್ನಾನ ಮಾಡಿ ಆ ಜಾಗದಲ್ಲಿ ನಿಂತು ತಪಸ್ ಮಾಡಿದ್ದಾರೆ. ತಪಸ್ ಮಾಡಿ ಹಾಗೆ ಕಲ್ಲಾಗಿದೆ. ಅದು ಐತಿಹ್ಯ. ಓಕೆ. ಅದು ಮೇಲೆ ಇದು ಸ್ವಲ್ಪ ಇದು ಕೆಳಗಡೆ ಫೋಟೋ ಎಲ್ಲ ಇದೆ. ಓಕೆ. ಅದೇ. ಓಕೆ. ಆಮೇಲೆ ಇದು ರಾಮಾನುಜಾಚಾರ್ಯರು, ಇವರು ನಮ್ಮಾಳ್ವಾರ ಅಂತ ಹೇಳಿ. ಇದು ಸರ್ ಇದು ರಾಮಾನುಜಾಚಾರ್ಯರು, ರಾಮಾನಂದಾಚಾರ್ಯರು. ಮತ್ತೆ ಇದು ನಮ್ಮ ಆಳ್ವಾರ್. ಮತ್ತೆ ಇದು ಜಯ ವಿಜಯ ದ್ವಾರಪಾಲಕರು. ಇದು ಜಯ, ಅದು ವಿಜಯ. ಇದು ಜಯ, ಅದು ವಿಜಯ. ಇದು ವಿಜಯ. ಓಕೆ. ಇದು ವಿಜಯ ದ್ವಾರಪಾಲಕರು. ಅದು ಬಂದು ಹನುಮಂತ. ಇದು ಹನುಮಾನ್. ಮತ್ತೆ ಮುಂಭಾಗದಲ್ಲಿ ಬೇರೆ ದೇವರು. ದೇವಸ್ಥಾನ ಮುಂಭಾಗಕ್ಕೆ ಎಲ್ಲ. ഈ ഏരിയ ഇപ്പോൾ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ തരികയാണെങ്കിൽ ശ്രീരാമന് 5 വർഷം കാട്ടിൽ ജീവിച്ചിരുന്ന ഈ സ്ഥലമാണ് രാമനഗരം എന്ന് പറയുന്നത്.
समझा जल्दी जाओ।